യേശു ദൈവമാണെന്ന് വിശ്വസിച്ചേറ്റു പറയുമ്പോൾ ആ ദൈവം നമ്മിൽ വസിക്കുകയാണ്. ആ ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? അവിടുന്ന് അനന്ത സ്നേഹമാണ്, അവിടുന്ന് അനന്ത കരുണയാണ്, അവിടുന്ന് അനന്ത നന്മയാണ്. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല. യേശു പറഞ്ഞു, യോഹന്നാൻ 14:6, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ പക്കലേക്ക് വരുന്നില്ല. യേശു പറഞ്ഞു, ആദിയും അന്തവും ഞാനാകുന്നു. വെളിപാട് 1:8, വെളിപാട് 1:17, 18. ആദിയും അന്തവും ഞാനാകുന്നു. മരിച്ചവനെങ്കിലും ഞാൻ ജീവിച്ചിരിക്കുന്നവനാകുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിക്കണം. ഞാൻ നടന്ന കുരിശിന്റെ വഴിയിലൂടെ നിങ്ങൾ നടക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ജനിച്ച വിവരം കിഴക്ക് നിന്ന് വന്ന 3 ജ്ഞാനികളിൽ കൂടി അറിഞ്ഞ ഹെരോദേസ് ശിശുവായ യേശുവിനെ കൊല്ലാൻ പദ്ധതിയിട്ടു. ദൈവം സ്വപ്നത്തിലൂടെ യൗസേപ്പിനോട് പറഞ്ഞതനുസരിച്ച് ശിശുവിനെയും അമ്മയെയും കൂട്ടി അവര് ഈജിപ്തിലേക്ക് ഒളിച്ചോടി. വേണമെങ്കിൽ ഒരു നോട്ടം കൊണ്ട് ഹെരോദോസിനെ തളർത്തിയിടാമായിരുന്നു, കൊല്ലാമായിരുന്നു. പക്ഷെ യേശു ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാണ്? സ്നേഹത്തിന്റെ പ്രമാണം പഠിപ്പിക്കാനാണ്. ശത്രുവിനെ സ്നേഹിക്കുക, നിന്നെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക, നിനക്കെതിരെ പരദൂഷണം പറയുന്നവനെ നീ അനുഗ്രഹിക്കുക, നിന്റെ മേൽക്കുപ്പായം എടുത്തുകൊണ്ട് പോകുന്നതിന് അടിക്കുപ്പായം കൂടെ കൊടുത്തേക്കുക, 1 മൈൽ കൂടെ ചെല്ലാൻ പറയുന്നവന് കൂടെ 2 മൈൽ പോവുക. ഈ ലോകം നമ്മുടെ ലക്ഷ്യമല്ല. ഈ ലോക നേട്ടങ്ങൾ നമ്മൾ ലക്ഷ്യം വെക്കരുത്. ദിവ്യാഗ്രഹം നമ്മിൽ ഉണ്ടാകരുത്. പേരിനും പ്രശസ്തിക്കും വേണ്ടിയുള്ള ആഗ്രഹം നമുക്കുണ്ടാകരുത്. നമ്മുടെ അഭിനിവേശവും അഭിലാഷവും എന്തായിരിക്കണം? ദൈവം അയച്ച തൻ്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടുക, മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ടു ബി ലൈക്ക് ജീസസ്, നോട്ട് ഇൻ എ മെഷർ, ചെറിയൊരളവിലല്ല, ബട്ട് ഇൻ ഇറ്റ്സ് ഫുൾനെസ്. യേശുവിനെ പോലെയാവുക, അല്പസ്വല്പമായിട്ടല്ല, അതിൻ്റെ പൂർണ്ണതയിൽ യേശുവിനെ പോലെയാവുക. ഇതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ഇതായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ജെറൂസലം വിട്ടു പോകരുത്, നിങ്ങൾ ഇവിടെ തന്നെ ആയിരിക്കുവിൻ. എന്നിൽ നിന്ന് കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തി, എന്നാൽ നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അടിക്കാനും തൊഴിക്കാനുമല്ല, ശത്രുക്കളെ സ്നേഹിക്കാൻ, അവമാനവും നിന്ദനവും ക്ഷമയോടെ സഹിക്കാൻ, സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാൻ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 14:1. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. സ്നേഹം കൊണ്ട് നിറയുക, ദൈവ സ്നേഹം കൊണ്ട് നിറയുക, സ്വാർത്ഥതയോട് മരിക്കുക. ആരെങ്കിലും എന്നെ
അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അനുദിനം തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ സ്നേഹിച്ചാൽ കുറച്ചു നാളൊന്ന് സുഖിച്ചേക്കാം. ഈ ലോകത്തിൻ്റെ സുഖമോഹം ഒന്ന് കുറേ അനുഭവിക്കണം. ആരെങ്കിലും തൻ്റെ ജീവനെ സ്നേഹിച്ചാൽ അവന് നിത്യജീവൻ നഷ്ടപ്പെടും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ വെറുക്കുന്നവൻ, ഈ ലോക സുഖ ഭോഗ താല്പര്യങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നവൻ അത് കോടാനുകോടി മടങ്ങായി നിത്യജീവനിൽ കണ്ടെത്തും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ കുർബാനയ്ക്ക് ഒരുങ്ങി എഴുന്നേറ്റപ്പോ എന്തോ എന്ന് എഴുതാൻ തോന്നുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ അവിടെ ഇരുന്ന് ഒരു കടലാസ് എടുത്ത് എഴുതാൻ തുടങ്ങി. പരിശുദ്ധാത്മ നിറവാണ് നമ്മളെല്ലാവരും നമുക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ലക്ഷ്യം വെച്ചു പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, കരുണയായിരിക്കണമേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകി പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അതുവഴി ദൈവസ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. നമ്മുടെ ലക്ഷ്യം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുക, ദൈവസ്നേഹം കൊണ്ട് നിറയുക. അപ്പോൾ ശത്രുക്കളോട് പ്രതികാരം ചെയ്യാതെ ക്ഷമിച്ച് അവരെ അനുഗ്രഹിക്കാൻ ശക്തി കിട്ടും. പാവപ്പെട്ടവരെ സഹായിക്കാൻ ശക്തി കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായിലും സമറിയായിലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറയണം, ദൈവസ്നേഹം നിറയണം എന്ന ആഗ്രഹമുള്ളവർ കൈപൊക്കിക്കേ. ഒന്ന് കൈവീശി കാണിച്ചേ. അവരൊന്ന് പറഞ്ഞേ, എനിക്ക് പരിശുദ്ധാത്മാവ് നിറയണം, പരിശുദ്ധാത്മാവിനാൽ നിറയണം, ദൈവസ്നേഹം നിറയണം, ദൈവസ്നേഹം നിറയണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ എഴുതിയ ഒരു ഗാനം ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. ആത്മനിറവിന്റെ അളവുകോൽ സ്നേഹമത്രേ, സ്നേഹജന്യമാം പരിത്യാഗമത്രേ. കാരണം എന്താണ്? ദൈവം സ്നേഹമത്രേ, ദൈവം യേശു അത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും പരിശുദ്ധാത്മാവ് പാടിത്തന്ന ഗാനം ഇതാണ്. യേശു അനന്ത സ്നേഹമേ, യേശു അനന്ത കരുണയെ, യേശു അനന്ത ശക്തിയെ, യേശു പരമ നന്മ സ്വരൂപിയെ, മനുഷ്യാവതാരം ചെയ്ത് മരിച്ചുയർത്തവൻ. നോക്കിക്കേ, ഒരു ദൈവം തൻ്റെ അനന്ത സ്നേഹത്തിൽ നമുക്കെല്ലാവർക്കും സൗജന്യ രക്ഷ നൽകാൻ, സൗജന്യ പാപമോചനം നൽകാൻ, നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ ശിക്ഷ സ്വന്തം ചുമലിലേറ്റിക്കൊണ്ട് 2 കള്ളന്മാരുടെ മധ്യത്തിൽ നഗ്നനായി കിടക്കേണ്ടി വന്നു. യേശുവിൻ്റെ വസ്ത്രം മുഴുവനും ഉരിഞ്ഞു മാറ്റിക്കഴിഞ്ഞപ്പോൾ യേശു അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അമ്മയുടെ തലയുടെ ആ മേൽമുണ്ട് യോഹന്നാന്റെ കയ്യിൽ കൊടുത്തുവിട്ടു. അതാണ് അവസാനം അരയിൽ ചുറ്റിയത്. പൈശാചികമായ വ്യക്തിത്വം ഉള്ളവർക്ക് ഒരു മനുഷ്യനെ എന്തുമാത്രം താരടിക്കണം, എന്തുമാത്രം അപമാനിക്കണം, അതെല്ലാം അവർ ചെയ്തു. പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ട ഒരു തലമുറ ഈ കാലഘട്ടത്തിൽ ഉണർന്നു വരുന്നുണ്ട്. മൊബൈൽ ഫോണിലൂടെ, TV-യിലൂടെ നമ്മൾ സിനിമ കാണും. എന്താണ് സിനിമയിലെ വിഷയം? ഒരു പ്രധാനപ്പെട്ട നടൻ മറ്റുള്ളവനെയൊക്കെ അടിച്ച് തൊഴിച്ച് കൊന്ന് ചവിട്ടി തൊഴിച്ച് തേക്കുന്നു. ഇതെന്നും കാണുകയാണ് ഈ സിനിമ. ഈ സിനിമ കാണുമ്പോൾ
ആ സാത്താൻ നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. എല്ലാ തരത്തിലുള്ള വൃത്തികേടുകളും വളരെ 5 കോടി 6 കോടി രൂപ മുടക്കി ഓരോ കഥാപാത്രത്തിനും വലിയ തുക കൊടുത്ത് അഭിനയിപ്പിക്കുകയാണ്. ഇത് കണ്ടിട്ട് വെറുതെ ഇരുന്നാൽ പോരാ. കർത്താവെ, മാധ്യമങ്ങൾ നടത്തുന്നവര്, അഭിനയിക്കുന്നവര്, തിരക്കഥ എഴുതുന്നവര്, അങ്ങനെയുള്ള 1 ലക്ഷം 10 ലക്ഷം പേരെ കർത്താവായ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്തക്കടലിൽ മുക്കണമേ, പൊതിയണമേ, പരിശുദ്ധാത്മാവിനെ കൊടുക്കണമേ, വചനം അയച്ചു കൊടുക്കണമേ എന്ന് പറഞ്ഞൊരു മധ്യസ്ഥ പ്രാർത്ഥന എഴുതി വെക്കണം. ഈശോ പറഞ്ഞു, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ഈ ലോക സമ്പത്തിന്റെ പുറകെ പോകാതിരിക്കുക, യേശുവിനെ അനുഗമിക്കുക, വിശുദ്ധരാകുക. ഈ തിന്മ നിറഞ്ഞ ലോകത്തില് വിശുദ്ധ ജീവിതം നയിക്കുക, സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുക. കോടാനുകോടി മക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മുടെ അനുദിന ജീവിതത്തിലെ സഹനം യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് പിതാവിന് കാഴ്ചവെക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 യോഹന്നാൻ 2:2 എല്ലാവരും പറഞ്ഞേ. 1 യോഹന്നാൻ 2:2 അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവന്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. അശുദ്ധി നിറഞ്ഞ ഒരു ലോകത്തില് നമ്മൾ അശുദ്ധരാകാനല്ല ശ്രമിക്കേണ്ടത്, വിശുദ്ധരാകാൻ ശ്രമിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നെ കൊണ്ട് എഴുതിച്ച ആ പാട്ടില് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, പാപം വെടിയുക, മോഹം ത്യജിക്കുക, അതിമോഹം ത്യജിക്കുക, ത്യാഗം ഭരിക്കുക, പ്രേമം പുണരുക, നിത്യസ്നേഹം പുണരുക, ക്രൂശിതനെ അനുപദം അനുഗമിക്കുക. ഇതാണ് ദൈവം ഈ കാലഘട്ടത്തില് നമ്മോട് ആവശ്യപ്പെടുന്നത്. നന്ദി കർത്താവേ, സ്തോത്രം. നീ എനിക്കു വേണ്ടി കാൽവരി കുരിശിൽ ചുടുനിണം ചൊരിഞ്ഞുവല്ലോ, ജീവത്യാഗം ചെയ്തുവല്ലോ, തിരുവോസ്തിയിൽ സമ്പൂർണ്ണ സ്വയം ദാനം നൽകിയല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇന്നും സ്വയം ദാനം നൽകുന്നവനാണ് ദൈവം. നമ്മുടെ നാവിൽ വെച്ച് നുണഞ്ഞിറങ്ങുവാൻ തക്കവണ്ണം ഓരോരുത്തർക്കും വേണ്ടി സ്വയം ഇല്ലാതാകുന്നവനാണ് ദൈവം. ദൈവം അനന്ത സ്നേഹമാണ്. നമ്മള് ആ ദൈവത്തെ പോലെ ആകണം, യേശുവിനെ പോലെ ആകണം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് പാടിക്കേ. ആത്മനിറവിന്റെ അളവുകോൽ സ്നേഹമത്രേ, സ്നേഹജന്യമാം പരിത്യാഗമത്രേ, ദൈവം സ്നേഹമത്രേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. എല്ലാവരും കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. പ്രൈസ് ദി ലോർഡ്. നടക്കാൻ വിഷമമുണ്ട്, ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളവരൊന്നൊക്കെ എഴുന്നേറ്റ്. നടക്കാൻ വിഷമമുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. കാലുകൾക്ക് ബലക്കുറവുണ്ടായിരുന്നു. അവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. കാലുകൾക്ക് ഇപ്പോഴും വേദനയുണ്ട്. അവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. കാൽ മുട്ടിന് വേദനയുണ്ട്. അവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നടക്കാൻ വിഷമമുണ്ടായിരുന്നവർ മാത്രം ഇപ്പോൾ മുൻവശത്തേക്ക് വരിക. കാലിന് വേദന ഉണ്ടായിരുന്നവർ മാത്രം മുൻവശത്തേക്ക് വരിക. യെശയ്യ 35 5 മുതൽ 7 വരെ വലതുകരം ഉയർത്തിപ്പിടിക്കുക. മിശിഹ വരുമ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും. ചെകിടരുടെ ചെവി ഇനിമേൽ അടഞ്ഞിരിക്കുകയില്ല. മുടന്തർ മാനിനെ പോലെ കുതിച്ചു ചാടും. മൂകന്റെ നാവ് സന്തോഷത്തിന്റെ ഗാനം ഉതിർക്കും.
ഉതിർക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വരണ്ട ഭൂമിയിൽ ഭൂമിയിൽ നീരുറവ പൊട്ടിപ്പുറപ്പെടും. തപിച്ച മണലാരണ്യം ജലാശയമായി മാറും. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വന്ന് മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും സൗഖ്യപ്പെടുത്തണമേ. ഹല്ലേലൂയ. കർത്താവേ കനിയണമേ. തിരുരക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. പൈശാചിക പീഡകൾ യേശുവിന്റെ തിരുരക്തത്തിൽ നിർവീര്യമാക്കണമേ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. തിരുരക്തം കൊണ്ട് കഴുകണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പെട്ടെന്ന് മനസ്സിടിഞ്ഞ് മാനസിക രോഗത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു മകനെയും ഒരു മകളെയും കർത്താവ് സുഖപ്പെടുത്തുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ. 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 കോപ സ്വഭാവമുള്ള ഏതാനും പേരെ കോപം നീക്കി ശാന്തത നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5:5. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി കൈവശമാക്കും. അനേകം സുഹൃത്തുക്കൾ അവർക്കുണ്ടാകും. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആദ്യമായി ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. സ്വന്തമായി ഭവനമില്ലാത്ത 3 കുടുംബങ്ങൾക്ക് ഭവനം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. വിവാഹ തടസ്സം മാറ്റി 5 പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. യെശയ്യ 34:16. ഓരോരുത്തർക്കും ഒരു ജീവിത പങ്കാളിയെ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് അവരെ ഒരുമിച്ച് കൂട്ടും. ഹല്ലേലൂയ. 20-ാമത്തെ വയസ്സിൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് 1 മണിക്കൂർ വ്യക്തിപരമായ പ്രാർത്ഥന പതിവായി നടത്താൻ ഒരു കൃപ കർത്താവ് എനിക്ക് നൽകി. സെമിനാരി ചേർന്ന ശേഷം സാധാരണയുള്ള വിശുദ്ധ കുർബാന, അരമണിക്കൂർ ധ്യാനം, അതുപോലെ തന്നെ സമൂഹ പ്രാർത്ഥന, ഇതുകൂടാതെ 1 മണിക്കൂർ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ചെലവഴിക്കുക. 1966 അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു വളരെ മൃദുലമായ സ്നേഹം നിറവുള്ളൊരു ശബ്ദം കേട്ടു. ആസ്ക് ആൻഡ് യു ഷാൽ റിസീവ് ദ ഹോളി സ്പിരിറ്റ്. ആസ്ക്, ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, പരിശുദ്ധാത്മാവിന്റെ നിറവ് കിട്ടും എന്ന് പിന്നീട് അർത്ഥം മനസ്സിലാക്കി തന്ന ഒരു ശബ്ദം 20-ാമത്തെ വയസ്സിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ എനിക്ക് ലഭിച്ചു. ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, നിനക്ക് കിട്ടുമെന്നല്ല, ചോദിക്കുന്ന എല്ലാവർക്കും ദൈവം പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ നിറവ്, കവിഞ്ഞൊഴുക്ക് നൽകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ദൈവസ്നേഹം നിറയുമെന്ന് റോമ 5:5 പറയുന്നു. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പാപബോധവും പശ്ചാത്താപവും നീതിബോധവും ദൈവഭയവും ലഭിക്കുമെന്ന് യോഹന്നാൻ 16:7-9 പറയുന്നു. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് അവിടുന്ന് നമ്മെ നയിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊന്നും മനസ്സിലാക്കുവാൻ അന്ന് എനിക്ക് സാധിച്ചില്ല. എൻ്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് 3 കൊല്ലം ഞാൻ ദൈവസ്വരം 20-ാമത്തെ വയസ്സിൽ ദൈവസ്വരം കേട്ടതിൻ്റെ 3-ാമത്തെ വർഷം, അന്ന് നൊവിഷ്യേറ്റ്
നൊവിഷ്യത്തിലായിരിക്കുമ്പോൾ ഒരു കൊല്ലത്തെ പ്രാർത്ഥനയുടെ വർഷം, ഒരു പ്രഭാതത്തിൽ കുർബാനയ്ക്ക് മുമ്പുള്ള അരമണിക്കൂർ ധ്യാന സമയത്ത് ഞാൻ മുട്ടുകുത്തി നിൽക്കുന്നു. ഒരു പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നു. പെട്ടെന്നൊരു പ്രകാശഗോളം ഞാൻ കാണുകയുണ്ടായി. 2 കൈപ്പാട് അകലെ ആ പ്രകാശഗോളം എൻ്റെ ഉള്ളിലേ കടന്നു വന്ന് എൻ്റെ ഉള്ളിൽ വന്ന് നിറഞ്ഞ് 23 വയസ്സുവരെ എനിക്കുണ്ടായിരുന്ന ദുഃഖഭാരം, അപകർഷത, ആകുലത, ഉത്കണ്ഠ, മുറിവേറ്റ ഓർമ്മകൾ, പരാതികൾ, ആവലാതികൾ മായ്ച്ചു കളയുന്നത് പോലെ ഒരു അനുഭവം എനിക്കുണ്ടായി. ഏതാണ്ട് 15 മിനിറ്റ് നേരത്തെ അനുഭവം. പിന്നീട് 1 മാസം കഴിഞ്ഞപ്പോൾ ഇതേ അനുഭവം എന്നിൽ ആവർത്തിക്കപ്പെട്ടു. വീണ്ടും 1 മാസം കഴിഞ്ഞപ്പോൾ ഇതേ അനുഭവം ഒരിക്കൽ കൂടി ആവർത്തിക്കപ്പെട്ടു. 4-ാം മാസവും 5-ാം മാസവും 6-ാം മാസവും ഇതേ അനുഭവം ആവർത്തിക്കപ്പെട്ടു. അപ്പോഴത്തേക്ക് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എൻ്റെ ജീവിതത്തിൽ മുറിവേറ്റ എൻ്റെ മനസ്സിൽ, അപകർഷത നിറഞ്ഞ എൻ്റെ മനസ്സിൽ ഒരുപാട് സൗഖ്യം കർത്താവ് നൽകി. ദൈവ സ്നേഹം കർത്താവ് നൽകി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. 2 കൊറിന്ത്യർ 5:17 ക്രിസ്തുവിലായിരിക്കുന്ന ഏതൊരാളും ഒരു പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ യേശു നമുക്ക് ഏറ്റവും മനോഹരമായ ഒരു വാഗ്ദാനം നൽകുന്നു. ചോദിക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറക്കപ്പെടും. അന്വേഷിപ്പിൻ, നിങ്ങൾ കണ്ടെത്തും. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുക? നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ അല്ലെങ്കിൽ മകൾ മത്സ്യം ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുക? ദുഷ്ടന്മാരായ നിങ്ങൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയാമെങ്കിൽ സ്വർഗസ്ഥിലുള്ള എൻ്റെ പിതാവ് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. വലതുകരം ഉയർത്താം. പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, ഞങ്ങൾക്കും ഈ തലമുറയ്ക്കും കോടാനുകോടി മക്കൾക്കും നാനാജാതി മതസ്ഥർക്കും ഭരണകർത്താക്കൾക്കും പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകണമേ. പരിശുദ്ധാത്മാവിലൂടെയുള്ള ദൈവസ്നേഹം നൽകണമേ. പരിശുദ്ധാത്മാവിലൂടെയുള്ള ആന്തരിക സൗഖ്യം നൽകണമേ. ക്ഷമിക്കുന്ന സ്നേഹം നൽകണമേ. ജീവിതത്തിൽ തകർച്ചകളും ബലഹീനതകളും കുരിശുകളും നിന്ദനങ്ങളും സഹനങ്ങളും ഉണ്ടാകുമ്പോൾ നിരാശപ്പെടാതെ പ്രത്യാശയിൽ ദൈവത്തെ സ്തുതിക്കുവാൻ പരിശീലിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ.